വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിൽപ്പെട്ടവർക്കെല്ലാം ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. അതാവില്ല, പണ്ട് ചെയ്തതിനൊക്കെ തിരിച്ചു കിട്ടുന്നതാകാനാണ് സാധ്യത. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശന്റെ മകനും PDGS ചെയർമാനുമായ തുഷാർ വെള്ളാപ്പള്ളിയെ രണ്ടാം പ്രതിയാക്കി ചേർത്തല പോലീസ് കേസെടുത്തു. കുടുംബം മുഴുവൻ ഉഡായിപ്പാണെന്ന് പറയാൻ ഇതിൽ കൂടുതൽ ഒന്നുമിനി വേണ്ടല്ലോ. SNDP യോഗം ചേർത്തല യൂണിയനിൽപ്പെട്ട പള്ളിപ്പുറം ശാഖായോഗത്തിലെ ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന്റെ പരാതിയിലാണ് പോലീസ് നടപടി. വിശ്വാസവഞ്ചന, ചതി ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കോടതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചത്. തട്ടിപ്പ് നടക്കുന്ന സമയങ്ങളിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. നിലവിൽ SNDP യോഗം വൈസ് പ്രസിഡന്റും NDA സംസ്ഥാന കൺവീനറുമാണ്. കേസിൽ SNDP യോഗം ചേർത്തല യൂണിയൻ കൺവീനറായിരുന്ന അന്തരിച്ച KK മഹേശൻ ഒന്നാം പ്രതിയും ഓഫീസ് ജീവനക്കാരനായിരുന്ന സുരേന്ദ്രൻ മൂന്നാം പ്രതിയുമാണ്. 2018 മെയ് 4-ന് സംഘടന മുഖേന യൂണിയൻ ബാങ്ക് കലവൂർ ശാഖയിൽ നിന്നും ലഭ്യമാക്കിയ 6.5 ലക്ഷം രൂപയുടെ വായ്പ തട്ടിപ്പിന് ഉപയോഗിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലിശ ഇനത്തിൽ 1,11,465 രൂപ ഉൾപ്പെടെ നിശ്ചിത ഗഡുക്കളായി യൂണിയൻ ഓഫീസിൽ കൃത്യമായി അടച്ചെങ്കിലും അവിടെ നിന്ന് ബാങ്കിന് നൽകിയില്ല. 1/2 ലക്ഷത്തോളം രൂപ മാത്രമാണ് യൂണിയൻ അടച്ചത്. ശേഷിച്ച തുക തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രതികൾ കൈക്കലാക്കി. എന്നാൽ വായ്പ തുകയും പലിശയും പൂർണ്ണമായി അടച്ച് വായ്പ ഇടപാട് അവസാനിപ്പിച്ചതായി യൂണിയൻ ഓഫീസിലെ പാസ്ബുക്കിൽ രേഖപ്പെടുത്തി സീൽ പതിപ്പിച്ച് സംഘത്തിന് നൽകി. ഇതും റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അംഗങ്ങൾക്ക് ജപ്തി നോട്ടീസ് എത്തിയപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി വെളിപ്പെട്ടത്. സംഘാംഗങ്ങൾ യൂണിയൻ ഭാരവാഹികളെ സമീപിച്ചപ്പോൾ ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല. ഇതോടെ അംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. നിലവിലെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നൽകിയ ഉറപ്പും പാലിക്കാതെയായതിനാലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ചേർത്തലയിലെ 102 സംഘങ്ങൾക്ക് യൂണിയൻ ബാങ്ക് 2013 മുതൽ നൽകിയ 4.42 കോടി രൂപയും പലിശയും കുടിശ്ശികയുള്ളതായാണ് വിവരം. 1200 കുടുംബങ്ങളാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായത്. 3 സംഘങ്ങൾ ഇതിനകം പരാതിയുമായി പോലീസിനെ സമീപിച്ചു കഴിഞ്ഞു. കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് സൂചന.